ഹായ് ഹലോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസമേ കോഴിക്കോട് പോയപ്പോൾ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് പാരഗൺ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും ഫേമസ് ബിരിയാണിയല്ലേ, അപ്പോൾ കഴിച്ചിട്ട് പോയി കളയാന്നോർത്ത് കയറിയിട്ടാ. നല്ല തിരക്കായിരുന്നു കേട്ടോ ഹോട്ടലിൽ. നമ്മളുടെ ഇവിടെ ചില സദ്യക്കൊക്കെ ഭയങ്കര തിരക്കാകുമ്പോൾ കല്യാണ വീടുകളിൽ ബാക്കിലൊക്കെ ആൾക്കാർ വന്ന് നിൽക്കില്ലേ, അതുപോലെ ആൾ നിൽക്കണം ആ ഹോട്ടലിൽ. ഇത്രയും തിരക്കുള്ളൊരു ഹോട്ടലിലാകുമ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ഫുഡായിരിക്കുമല്ലോ. അപ്പം നമ്മളത് കയറി എന്തായാലും പാഴ്സൽ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പാഴ്സൽ വാങ്ങി ഞങ്ങൾ റൂമിൽ വന്ന് കഴിക്കാനിരുന്നപ്പോഴാണ് മനസ്സിലായത് ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് കഴിക്കാനിരുന്നത്. വലിയ സംഭവമൊന്നുമില്ല എന്ന് മാത്രമല്ല കഴിക്കാനും പറ്റില്ല. കാരണം ഒട്ടും എരിവ ഒന്നുമില്ല. നമ്മളുടെ നാട്ടിൽ ഇതിനേലും നല്ല സൂപ്പർ ബിരിയാണി, നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയൊക്കെ ഇതിനേലും എത്രയോ സൂപ്പർ ആക്കോട്ടെ. നമ്മൾ വീട്ടിൽ വെക്കുന്നത് വരെ ഇതിന് നല്ല ടേസ്റ്റിൽ നമ്മൾ വയ്ക്കും. ചിലപ്പോൾ നമ്മൾക്ക് ആ നാടിൻ്റെ ടേസ്റ്റ് അതായതുകൊണ്ടാവും കേട്ടോ. നമുക്ക് കുറച്ച് എരിവും നല്ല സ്പൈസി ആയിരിക്കണ്ടേ, അതുകൊണ്ടായിരിക്കണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്ന് ഞങ്ങൾ വിചാരിക്കണം. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത്. അതിൻ്റെ വിലയാണെങ്കിൽ ആ 240 രൂപയിൽ മേലെന്തോ ആയിട്ടോ ചിക്കൻ ബിരിയാണിക്ക്. വെജിറ്റേറിയൻ ബിരിയാണിക്ക് 170 ആയി. എന്തായാലും ഇതിലും ടേസ്റ്റിൽ നമുക്ക് മാഞ്ഞാലിൽ 100 രൂപയ്ക്ക് ബിരിയാണി കിട്ടും. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.